നമസ്കാരം. സംസ്ഥാന തലസ്ഥാനത്ത് യാത്രാ ദുരിതം തുടരുന്നു. ഇവിടെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന 10 സ്മാർട്ട് റോഡുകളുടെ പണി ഇനിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. തലസ്ഥാനത്ത് നിന്ന് ഉള്ള മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി പ്രഖ്യാപിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും. റോഡുകളുടെ നിർമ്മാണം അടുത്ത കാലത്തൊന്നും പൂർത്തിയാകുന്ന മട്ടിലല്ല കാര്യങ്ങളുടെ പോക്ക്. പല റോഡുകളിലും കാൽനട യാത്ര പോലും അസാധ്യമാണ്. റോഡ് നിർമ്മാണവും ഒപ്പം പുരോഗമിക്കുന്ന ഓട നിർമ്മാണവും കൂടിയായപ്പോൾ പല സ്ഥലങ്ങളിലും ആളുകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. റോഡുകൾ മഴക്കാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തതിൽ തലസ്ഥാന നഗരവാസികൾ മാസങ്ങളായി തെരുവിൽ ബുദ്ധിമുട്ടുകയാണ്. പല റോഡുകളും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടച്ചിട്ട് മാസങ്ങളായി. ഇതുകാരണം തലസ്ഥാനത്തെ പോക്കറ്റ് റോഡുകളിൽ പോലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. വേനൽ മഴയിൽ വെള്ളപ്പൊക്കം പല സ്ഥലങ്ങളിലും ഉണ്ടായതോടെയാണ് ഓട നിർമ്മാണത്തിലേക്കും നിലവിലുള്ളത് വൃത്തിയാക്കുന്നതിലേക്കും നഗരസഭ കടന്നത്. കടുത്ത ജനരോഷമാണ് ഇക്കാര്യത്തിൽ അധികാരികൾ നേരിടുന്നത്. സ്കൂളുകൾ കൂടി തുറന്നതോടെ സ്കൂൾ സമയത്ത് ഗതാഗതക്കുരുക്ക് പലയിടത്തും രൂക്ഷമാണ്. ഓവർബ്രിഡ്ജ് ഉപ്പിടാമൂട് റോഡ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ വഞ്ചിയൂർ റോഡിൻ്റെ ഒരു ഭാഗം, തൈക്കാട് ശാസ്താക്ഷേത്രം റോഡ്, ചാല കുത്തുവാൾ സ്ട്രീറ്റ് റോഡ്, ബേക്കറി ഫോറസ്റ്റ് ഓഫീസ് റോഡ് എന്നിവിടങ്ങളിൽ കാൽനട പോലും അസാധ്യം. പണി പൂർത്തിയായി എന്ന് പറയുന്ന മറ്റ് റോഡുകളിലാകട്ടെ ആദ്യഘട്ട ടാറിംഗ് മാത്രമാണ് പൂർത്തിയായത്. സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ പറഞ്ഞത്. ജൂൺ 15 അതായത് ഇന്നോടെ സ്മാർട്ട് സിറ്റി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. 16 റോഡുകൾ പൂർത്തീകരിച്ചു. ഇനി 10 റോഡുകളുടെ നിർമ്മാണം മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ റോഡുകളുടെ 90% നിർമ്മാണം പൂർത്തിയായി. വൈകാതെ തന്നെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മഴക്കെടുതി ഉണ്ടായ ഇടങ്ങളിൽ പൂർവ്വസ്ഥിതിയിൽ ആക്കും. മഴക്കാല പൂർവ്വ ശുചീകരണം വൈകിയിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു. മഴക്കെടുതിയുണ്ടായ ഇടങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കും. തലസ്ഥാന നഗരിയിൽ പെട്ടെന്ന് ഉണ്ടായതല്ല വെള്ളക്കെട്ട്. ഇതേപോലെ മുൻപും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ വലുതായി കാണിക്കുകയാണ്, തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വാർത്തകൾ മാധ്യമങ്ങൾ നൽകുകയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി 10 റോഡുകളിലാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. ജോലികൾ വേഗത്തിലാക്കി സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാൻ മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായിട്ടായിരുന്നു വിവരങ്ങൾ. റോഡ് നിർമ്മാണത്തിനായി കുഴിയെടുത്ത് വെള്ളക്കെട്ടുണ്ടായ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ച് സുരക്ഷിതമാക്കണം. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിച്ച് നടത്തേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായ ചർച്ചകളും ആസൂത്രണവും നടത്തണം എന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഇടയ്ക്ക് പെയ്ത കനത്ത മഴ നഗരത്തിൽ പല മേഖലകളിലും വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പ്, വാട്ടർ അതോറിറ്റി, മേജർ മൈനർ ഇറിഗേഷൻ വകുപ്പുകൾ, കോർപ്പറേഷൻ എന്നിവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ യോജിച്ചുള്ള പ്രവർത്തനം നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കണം. തുടർന്നുള്ള ദിവസങ്ങളിലും നഗരത്തിൽ കനത്ത മഴയുണ്ടാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വകുപ്പുകളിലെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെയുള്ളവർ ഓരോ പ്രദേശങ്ങളിലെയും സ്ഥിതിഗതികൾ മുൻകൂട്ടി വിലയിരുത്തി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. നഗരത്തിലെ വെള്ളക്കെട്ട് നിവാരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകണം എന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. കളക്ടർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കൈമാറണം. ഓരോ ദിവസവും ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് കളക്ടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. മൺസൂൺ കാലത്ത് നഗരത്തിലും ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലും ഉണ്ടാകുന്ന വെള്ളക്കെട്ട് അടക്കമുള്ള കെടുതികൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് ഓരോ പ്രദേശങ്ങളുടെയും ചുമതലയ്ക്ക് ഡെപ്യൂട്ടി കളക്ടർമാരെ ചുമതലപ്പെടുത്തണം. ഇവർ കോർപ്പറേഷനുമായും സർക്കാർ സംവിധാനങ്ങളുമായും ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. മഴയെ തുടർന്ന് നഗരത്തിൻ്റെ ചില മേഖലകളിൽ ഉണ്ടായ വെള്ളക്കെട്ട് നിവാരണം ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ യോഗങ്ങൾ ചേരുന്നതും കാര്യങ്ങൾ ഇത്തരത്തിൽ പറയുന്നതുമല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സംസ്ഥാനത്ത് മഴ ആരംഭിച്ചതോടെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. മഴ ശക്തിപ്പെടും മുമ്പ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. റോഡ് പണിക്കായി കുഴിച്ച കുഴികളിൽ വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ്. വെള്ളം വറ്റിക്കാനുള്ള ശ്രമം പലയിടത്തും തുടരുന്നുണ്ട്. ഇതിനിടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളും ഇങ്ങനെ വൈകുന്നത്.